രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങയുടെ ഈ 4 വശങ്ങളും ഈ ദിക്പാലകന്മാരാൽ സുരക്ഷിതമായിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് സീതാദേവി രാമനെ കുറച്ചു ദൂരം അനുഗമനം ചെയ്ത് ആ കൊട്ടാരത്തിന്റെ വാതിക്കൽ വരെ എത്തിയിട്ട് തിരിച്ച് അവിടെ നിന്നിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. ശ്രീരാമചന്ദ്രനാകട്ടെ അവിടെ നിന്നിട്ട് വളരെ വേഗത്തിൽ സുമന്ത്രരോടൊപ്പം സുമന്ത്രർ തെളിക്കുന്നതായ ആ തേരില് കൈകേയി ഭവനത്തിലേക്ക് പോവുകയാണ്. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് വെളുത്ത മേഘമാലകൾക്ക് ഇടയ്ക്ക് നിന്ന് ചന്ദ്രൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അതേ പ്രകാരത്തിൽ പൂർണ്ണചന്ദ്രന്റെ ആ മനോഹരമായ കാഴ്ച നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതേ പ്രകാരത്തിൽ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നിട്ട് പുറപ്പെട്ടു. അപ്പോൾ രാമനെ രക്ഷിക്കാനായിട്ട് ആരുണ്ട്? അംഗരക്ഷകനായിട്ട് ചിത്ര ചാമരപാണിസ്തു ലക്ഷ്മണോ രാഘവാനുജ. വളരെയേറെ മനോഹരമായിരിക്കുന്ന വിചിത്രമായ അലങ്കരണങ്ങളോടുകൂടിയ വെൺചാമരവും കയ്യിലേന്തി രാമന്റെ അനുജനായിരിക്കുന്ന ലക്ഷ്മണൻ രാമനെ സേവിക്കുകയാണ്. ജുഗോപ ഭ്രാതരം ഭ്രാത രഥമസ്തായ പൃഷ്ഠത. സുമർ തെളിക്കുന്ന തേരിലാണല്ലോ രാമൻ പോകുന്നത്. രാമന്റെ പിന്നിൽ നിൽപ്പുണ്ട് ലക്ഷ്മണൻ തേരില്. ഈ ചാമരവും കയ്യിൽ പിടിച്ച് ആ വെൺചാമരം കൊണ്ട് രാമനെ വീശിക്കൊണ്ട് ജുഗോപ ഭ്രാതരം രാമനെ രക്ഷിച്ചു. രാമന് എല്ലാ പ്രകാരത്തിലും സുരക്ഷ ഒരുക്കി ലക്ഷ്മണൻ. അങ്ങനെ അവിടെ നിന്നിട്ട് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയോ യുവരാജാവായിട്ട് കിരീടം വെക്കാൻ പോകുന്ന രാജകുമാരന്റെ, സൂര്യവംശജനായ രാജകുമാരന്റെ, ദശരഥ പുത്രന്റെ യാത്രയാണത്. അപ്പോൾ അത് വലിയ ഘോഷയാത്രയായിരുന്നാലേ പറ്റൂ. അതിനു വേണ്ടിയുള്ള സന്നാഹമെല്ലാം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവിടെ ആ നഗരം മുഴുവൻ അലങ്കരിച്ച് ഉത്സവം ആഘോഷിക്കുകയാണല്ലോ. സൈന്യങ്ങളെല്ലാം തയ്യാറായി നിൽപ്പുണ്ട്. അതിഗംഭീരമായ ഒരു ഘോഷയാത്രയായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. തസ്യ നിഷ്ക്രമമാണസ്യ ജനൗഘസ്യ സമന്തത. അങ്ങനെ അവിടെ നിന്നിട്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന അവസരത്തില് ആ ജനങ്ങളുടെ സമൂഹം മുഴുവൻ ആ ഘോഷയാത്രയെ അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കൂടി അനുജഗ്മു തഥാരാമം രാമന്റെ പിന്നാലെ വളരെയേറെ അച്ചടക്കത്തോടുകൂടി എന്നാൽ ഉത്സവപൂർണമായ നൃത്താദികളോടുകൂടി സംഗീതാദികളോടുകൂടി ആളുകൾ രാമനെ പിന്തുടർന്നു ഘോഷയാത്രയായിട്ട്. എങ്ങനെ? ശതശോധ സഹസ്രശ, 100 കണക്കിന് ആളുകൾ, 1000 ആളുകൾ. അങ്ങനെ ആ ഘോഷയാത്ര അതിവിപുലമായിരുന്നു. ആ അവസരത്തില് വളരെയേറെ സൈനിക സമ്പ്രദായത്തിൽ തന്നെ രാമന്റെ ആ ഘോഷയാത്രയെ അലങ്കരിക്കുകയാണ്. ഖഡ്ഗ ചാപധരാശൂരാഹ ജഗ്മുരാശംസവോ ജനാഹ. സൈനികരാകട്ടെ കയ്യില് വാള് ധരിച്ചിട്ടുണ്ട്, അതേപോലെ വില്ല് ധരിച്ചിട്ടുണ്ട്, അനേകം ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. ജനങ്ങളാകട്ടെ യുവരാജാവാകാൻ പോകുന്ന രാമന് ആശംസകൾ ചൊരിയുന്നു എന്ന് മാത്രമല്ല, മഹാരാജാവായ ദശരഥനും ആശംസകൾ ചൊരിയുന്നു. രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്നുള്ളതായ ശബ്ദം ഉയരുന്നു. ദശരഥൻ ജയിക്കട്ടെ എന്നുള്ളതായ ശബ്ദം ഉയരുന്നു. അങ്ങനെ ആ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുമ്പോഴോ തതോ വാദിത്ര ശബ്ദാശ്ച സ്തുതി ശബ്ദാശ്ച വളരെയേറെ വാദിത്രങ്ങളുടെ
വാദ്യങ്ങളുടെ എല്ലാം ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. പല പ്രകാരത്തിലുള്ള വാദ്യങ്ങൾ, പറകൾ, പെരുമ്പറകൾ, ഇങ്ങനെ വിവിധങ്ങളായ വാദ്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് സംഗീതാത്മകമായ ലഹരിയില് അന്തരീക്ഷത്തെ മുഴുവൻ മുഖരിതമാക്കി. അപ്പോൾ വന്ദികളായിട്ടുള്ള ആളുകള് ആ താളത്തിനും ആ ശ്രുതിക്കുമെല്ലാം ഇണങ്ങുന്ന മട്ടില് മധുരങ്ങളായിട്ടുള്ള പാട്ടുകൾ, രാമനെ സ്തുതിക്കുന്ന പാട്ടുകൾ അവർ ഉറക്കെ ഉറക്കെ പാടി. അങ്ങനെ രാമന്റെ ആ ഘോഷയാത്ര കൈകേയിയുടെ ഭവനത്തിലേക്ക്, രാജാവിരിക്കുന്നിടത്തേക്ക് മുന്നേറുമ്പോഴേക്കും രണ്ടു വശത്തും വലിയ വലിയ കെട്ടിടങ്ങളുണ്ടല്ലോ. ആ കെട്ടിടങ്ങളെല്ലാം സമലങ്കൃതമാണ്. പുഷ്പങ്ങൾ കൊണ്ടും മാല്യങ്ങൾ കൊണ്ടും കൊടികൾ കൊണ്ടും അതേപോലെ വിളക്കുകൾ കൊണ്ടും ഒക്കെ സമലങ്കൃതമാണ്. ആ മനോഹരമായ കെട്ടിടങ്ങളുടെ മുകളിലുള്ള നിലകളിലെ വാതായനങ്ങളെല്ലാം തുറന്നിരിക്കുന്നു. ഹർമ്യ വാതായനസ്താഭിർ ഭൂഷിതാഭി സമന്തതഃ കീര്യമാണ സുപുഷ്പൗഘൈഹി യയോ സ്ത്രീഭിരരിന്ദമ. ശ്രീരാമചന്ദ്രന്റെ ആ യാത്ര ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ആ മണിമേടകളുടെ മുകളിലത്തെ നിലയിലുള്ള ജനാലകളെല്ലാം തുറന്നിരിക്കുകയാണ്. ആ ജനാലകളെല്ലാം അലങ്കൃതമാണ്. ആ മണിമേടകളും അങ്ങേയറ്റം അലങ്കൃതമാണ്. അങ്ങനെയുള്ള അലങ്കൃതമായ കെട്ടിടത്തിലെ ജനാലകളിൽ കൂടി സ്ത്രീകള് ശ്രീരാമചന്ദ്രൻ യുവരാജാവാകാൻ പോകുന്ന രാമനെ നേരിട്ട് കാണാൻ ഇതിനു മുമ്പ് എല്ലാ ദിവസവും കാണുന്നയാളാണ്. പക്ഷേ എപ്പോഴും രാമനെ കാണണം. രാമൻ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവനാണ്. ഇനി സർവഗുണ സമ്പന്നനായി രാമനാണ് ഞങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ട് രാമനെ ആ അഭിഷേകത്തിന് തൊട്ടുമുമ്പുള്ളതായി മുഹൂർത്തത്തിൽ കാണണം. അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാം അവിടെ ആ വാതായനങ്ങളിൽ വന്നു നിന്നിട്ട് പുതുതായി വിരിഞ്ഞ പുഷ്പങ്ങൾ, സുഗന്ധിയായ പുഷ്പങ്ങൾ ഇങ്ങനെ മഴ പോലെ രാമന്റെ പുറത്ത് വർഷിക്കുകയായിരുന്നു അവിടെ നിന്നുകൊണ്ട്. ഇങ്ങനെ അങ്ങേയറ്റം ആനന്ദകരമായ ഘോഷയാത്ര. ഇവിടെ നാം കാണുന്നു ജനങ്ങളുടെ സന്തോഷം എന്ന് മാത്രമല്ല എല്ലാവരുടെയും പ്രതീക്ഷകൾ, എല്ലാവരുടെയും ഉത്സവത്തിമർപ്പ്. പക്ഷെ കാത്തിരിക്കുന്ന സംഭവം വേറൊന്നാണ്. വാൽമീകി ഇത് രണ്ടും നമുക്ക് പാടിത്തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ രണ്ട് അവസ്ഥകൾ തമ്മിലുള്ളതായ അന്തരം അനുഭവപ്പെടുന്നു. രാമൻ അവിടെ രാജാവിന്റെ മുന്നിൽ എത്തിച്ചേരുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോഴെന്താണ് ഈ യാത്രക്കിടക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവ തമ്മിലുള്ളതായ വൈരുദ്ധ്യം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നു. ശ്രീരാമചന്ദ്രൻ ആ അയോധ്യയുടെ അപ്പോഴത്തേതായ അവസ്ഥയെല്ലാം നേരിട്ട് കണ്ടു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ആ അവസരത്തില് രാമനെ ആശംസിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. പണ്ഡിതന്മാര്, അതേപോലെ തന്നെ പൗരമുഖ്യന്മാർ എല്ലാവരും രാമനെ ആശംസിക്കാൻ വന്ന് നിൽപ്പുണ്ട്. ആശീർവാദാൻ ബഹൂൻ ശൃണ്വൻ. അവരെല്ലാം ഉറക്കെ ഉറക്കെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് രാമനെ ആശീർവദിക്കുന്നു. ആ ആശീർവാദങ്ങളെല്ലാം കേട്ടുകണ്ട് ശ്രീരാമചന്ദ്രൻ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അവർ വീണ്ടും വീണ്ടും രാമനോട് മധുരമധുരമായി പറഞ്ഞു, പിതാമഹൈരാചരിതം തഥൈവ പ്രപിതാമഹൈഹി അദ്യോപാദായ തം മാർഗം അഭിഷിക്തോ അനുപാലയ. അവർക്കെല്ലാവർക്കും രാമനോട് പ്രാർത്ഥിക്കാനുള്ളത് ഇതാണ്. രാമന് ദീർഘായുസ്സും സർവമംഗളങ്ങളും ഒക്കെ വേദമന്ത്രങ്ങളാൽ നേരുന്നതോടൊപ്പം അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ഇതാണ്. അല്ലയോ രാമ, അങ്ങയുടെ പിതാമഹന്മാര് സൂര്യൻ മുതല് ഇന്നോളമുള്ള ആ രാജാക്കന്മാർ, അവരുടെ എല്ലാം പേരുകൾ നമ്മള് സീതാവിവാഹ സന്ദർഭത്തിൽ വസിഷ്ഠൻ പറഞ്ഞു കേട്ടു. അതിലേതാനും പേരുകൾ മാത്രമേ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് നമ്മളുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. ബാക്കി ഈ പേരുകളെല്ലാം നമുക്ക് ഈ വാൽമീകി രാമായണത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ കഴിയും. അങ്ങനെ ആ രാജ പരമ്പര, അങ്ങയുടെ പിതാമഹന്മാര്
അവരെങ്ങനെയാണ് ഈ നാടിനെ സംരക്ഷിച്ചത് എന്ന് അങ്ങയ്ക്ക് നന്നായിട്ടറിയാം. അവരുടെ ചിന്താപദ്ധതിയും അവരുടെ പ്രവർത്തന പദ്ധതിയും ഒക്കെ അങ്ങയ്ക്ക് അറിയാം. അങ്ങയുടെ പിതാമഹനും പ്രപിതാമഹനും അദ്ദേഹത്തിന്റെ പ്രപിതാമഹനും എല്ലാവരും സൂര്യൻ മുതലുള്ളതായ ആ വംശം മുഴുവൻ, അല്ലയോ രാമ, അദ്യോപാതായ തം മാർഗം, അവരുടെ ആ മാർഗത്തെ തന്നെ അങ്ങേയറ്റം ആനന്ദപ്രദവും ധാർമ്മികവുമായിരിക്കുന്ന ശ്രേയസ്കരവുമായിരിക്കുന്ന ആ മാർഗത്തെ തന്നെ അല്ലയോ രാമ അങ്ങ് സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് അങ്ങ് അഭിഷിക്തനായി തീർന്ന് ഞങ്ങളെ പരിപാലിക്കണം അതേ പ്രകാരത്തിൽ.